ഡിയർ ഫ്രണ്ട്സ്, ഇനി നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ആൽക്കലിമെട്രിയുടെ ഒരു പ്രൊസീജിയർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആസിഡിമെട്രി ആയിരുന്നു, അത് എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതുകൊണ്ട് 10 മിനിറ്റ്സ് പ്രൊസീജിയർ ആണെങ്കിലും നമ്മൾ 19 മിനിറ്റ് ആണ് വീഡിയോയുടെ ലെങ്ത്. അപ്പോൾ ഇനി നമുക്ക് വളരെ ചുരുക്കി ആ കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ആൽക്കലിമെട്രിയുടെ പ്രൊസീജിയർ എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. കെമ്പിറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കാണുക. ആ സബ്സ്ക്രിപ്ഷൻ കൂടുമ്പോൾ അതിന് ഒരു പോപ്പുലാരിറ്റി ഉണ്ടാകും. അത് കൂടുതൽ കുട്ടികളിലേക്ക് അത് എത്തിച്ചേരുകയും എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് എഴുതുക. പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾക്കിത് ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനും കൂടെയുള്ള ഒരു അവസരം തരിക. ഓക്കെ, നമുക്ക് നേരെ പ്രൊസീജിയറിലേക്ക് പോകാം. എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ഓഫ് അൻ ആൽക്കലി. ആൽക്കലി എന്ന് പറയുന്നത് NaOH, KOH, Na2CO3, K2CO3 ഇതിലേതുമാകാം. ആൻഡ് യു ആർ സപ്ലൈഡ് വിത്ത് അൺഹൈഡ്രസ് ഓർ AR സോഡിയം കാർബണേറ്റ് ക്രിസ്റ്റൽസ്. ഇതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആയിരിക്കും. ദാറ്റ് യു നോ ഈസ് എ വീക്ക് ആൽക്കലി, വീക്ക് ബേസ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള NaOH, KOH ഇതിലേതെങ്കിലും ആണെങ്കിൽ അത് സ്ട്രോങ് ബേസ് ആയിരിക്കും. സോഡിയം കാർബണേറ്റും അതുപോലെ പൊട്ടാസ്യം കാർബണേറ്റും വീക്ക് ബേസ് ആയിരിക്കും. അപ്പം ആസ് ഇൻ ദ പ്രീവിയസ് കേസ് നമുക്ക് ഇത് ഒരു ബോട്ടിൽഡ് സൊല്യൂഷൻ ആയിരിക്കും. ഈ സൊല്യൂഷനെ നമ്മൾ മേക്കപ്പ് ചെയ്ത് അതിനെ ഒരു നോൺ വോളിയം 100 ml ആയിട്ട് മാറ്റേണ്ടതുണ്ട്. ഇത് ക്രിസ്റ്റൽസ് ആയിരിക്കും. ക്രിസ്റ്റൽസ് നമ്മൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ക്രിസ്റ്റലിൻ്റെ വെയിറ്റ് എടുത്തിട്ട് ആ റിക്വയർഡ് വെയിറ്റ് എടുത്ത് ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ മേക്കിംഗ് അപ്പ് ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ ഫോർ എസ്റ്റിമേഷൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ ഈ രണ്ട് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രൊസീജിയർ എഴുതാവുന്നതാണ്. കാരണം ഇതൊരു ബേസാണ്, ഇതൊരു. അപ്പം ഈ രണ്ട് ബേസ് തമ്മിൽ റിയാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു സ്ട്രോങ് ആസിഡ് വേണം. സ്ട്രോങ് ആസിഡ് എന്ന് പറയുമ്പം ഒന്നുകിൽ HCl, അതല്ലെങ്കിൽ HNO3, അല്ലെങ്കിൽ H2SO4. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് പഠിച്ചു വെക്കാൻ എളുപ്പത്തിന് നമുക്ക് HClനെ അങ്ങ് ചൂസ് ചെയ്യാം. എക്സാമിനേഷന് ഏതാണ് വരുന്നത് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. പ്രൊസീജിയർ എഴുതുമ്പോൾ നമ്മുടെ ചോയ്സാണ്. നമ്മൾ HCl സിമ്പിളായിട്ട് HClനെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രൊസീജിയർ എഴുതാമല്ലോ, നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ. അവിടെ നമ്മൾ 0.1 നോർമൽ സോഡിയം കാർബണേറ്റ് സൊല്യൂഷനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ആക്യുറേറ്റ്ലി വെയിങ് 1.325 gram സോഡിയം കാർബണേറ്റ് ഇൻ 250 ml, ഓർ യു ക്യാൻ റൈറ്റ് 0.53 gram ഇൻ 100 ml. ഇനി ഈ വെയിറ്റ് ഒന്നും ഓർമ്മ വന്നില്ലെങ്കിൽ റിക്വയർഡ് വെയിറ്റ് ഓഫ് സോഡിയം കാർബണേറ്റ് ഇൻ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആൻഡ് മെയ്ഡ് അപ്പ് ടു ദ മാർക്ക്. അപ്പോൾ 0.1 നോർമൽ സൊല്യൂഷനാണ് സോഡിയം കാർബണേറ്റിൻ്റെ. അതിൻ്റെ എത്ര വെയിറ്റ് ആണോ എത്ര വോളിയമാണോ എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? മേക്കിംഗ് അപ്പ് ഓഫ് ദ ഗിവൺ ആൽക്കലി. ബോട്ടിലിൽ തന്നിരിക്കുന്ന ആൽക്കലി, അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആകാം, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആകാം. ഇത് രണ്ടും സ്ട്രോങ് ആണ്, സ്ട്രോങ് ബേസസ് ആണ്. ഇനി അതുപോലെ തന്നെ സോഡിയം കാർബണേറ്റും പൊട്ടാസ്യം കാർബണേറ്റും വീക്ക് ബേസസും തരാം. അപ്പോൾ ഇതിലേതാണെങ്കിലും നമുക്കതിനെ മേക്കപ്പ് ചെയ്ത് ഒരു നോൺ വോളിയമാക്കി മാറ്റണം. സോ ദ ഗിവൺ ആൽക്കലി ഈസ് ക്വാണ്ടിറ്റേറ്റീവ്ലി ട്രാൻസ്ഫേർഡ്. ഇവിടെ ഇതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ക്വാണ്ടിറ്റേറ്റീവ് നിങ്ങൾക്കറിയാമല്ലോ, ഒട്ടും കളയാതെ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു കെയർഫുള്ളായിട്ട്. സോ ക്വാണ്ടിറ്റേറ്റീവ്ലി ട്രാൻസ്ഫേർഡ് ഇൻ ടു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആൻഡ് മെയ്ഡ് അപ്പ് ടു ദ മാർക്ക് ആൻഡ് ഷേക്കൺ വെൽ ഫോർ യൂണിഫോം കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ ഈ രണ്ട് സൊല്യൂഷൻ റെഡിയാണ്. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ റെഡിയാണ്, എസ്റ്റിമേഷനുള്ള സൊല്യൂഷൻ റെഡിയാണ്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് HCl എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ സോഡിയം കാർബണേറ്റ് ആണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, ദാറ്റ് ഈസ് ദ വീക്ക് ബേസ്. അപ്പോൾ 20 ml സ്റ്റാൻഡേർഡ് സോഡിയം കാർബണേറ്റ് ഈസ് പിപ്പറ്റഡ് ഔട്ട് ഇൻ ടു എ കോണിക്കൽ ഫ്ലാസ്ക്. എ ഡ്രോപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ മീഥൈൽ ഓറഞ്ച്. എന്തുകൊണ്ടാണ്? വീക്ക് ബേസും സ്ട്രോങ് ആസിഡും. നമുക്കിവിടെ സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസാണ്, അതുപോലെ HCl സ്ട്രോങ് ആസിഡാണ്. അപ്പോൾ ഇവിടെ ഈ ടൈട്രേഷനിൽ വീക്ക് ബേസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ബേസിക് ഇൻഡിക്കേറ്റർ, ഫോമുലയിൽ നിന്ന് തന്നെ MEOH ബേസിക് ഇൻഡിക്കേറ്റർ, ദാറ്റ് ഈസ് മീഥൈൽ ഓറഞ്ച്. അപ്പോൾ ഇവിടെ മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ടൈട്രേഷൻ ചെയ്യുന്നു. സോ ദറ്റ് ഈസ് ടൈട്രേറ്റഡ് എഗൻസ്റ്റ് HCl ഫ്രം ദ ബ്യൂററ്റ്.
HCl is taken in the burette. ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ HCl ബ്യൂററ്റിൽ ഫില്ല് ചെയ്തിരിക്കുകയാണ്. സ്റ്റാൻഡർഡൈസേഷനും എസ്റ്റിമേഷനും നമുക്ക് അതേ ബ്യൂററ്റ് തന്നെ അതേ HCl തന്നെ ഉപയോഗിക്കാം. ആസിഡ് മാറ്റേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ആൽക്കലിമെട്രി. So what is the end point? Since methyl orange is used as the indicator, the color change at the end point is golden yellow to orange red. ഇത്രയും സ്റ്റെപ്സ് എഴുതിയാൽ നിങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ കഴിഞ്ഞു. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് ഗിവൺ ആൽക്കലി. ആ ഗിവൺ ആൽക്കലിക്ക് ചോയ്സ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ NaOH ആണെങ്കിൽ അത്, KOH ആണെങ്കിൽ അങ്ങനെ, അതല്ല പൊട്ടാസ്യം കാർബണേറ്റോ സോഡിയം കാർബണേറ്റോ ആണെങ്കിൽ അതിനനുസരിച്ച് അവിടെ പേര് കൊടുക്കുക. എന്താണ് ചെയ്യേണ്ടത്? ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷനാണ്. അതുകൊണ്ട് 20 ml ഓഫ് ദ മെയ്ഡപ്പ് NaOH ഈസ് പിപ്പറ്റഡ് ഔട്ട് ഇൻ ടു എ കോണിക്കൽ ഫ്ലാസ്ക്. എ ഡ്രോപ്പ് ഓഫ് മീഥൈൽ ഓറഞ്ച്. എന്തുകൊണ്ടാണ് ഇവിടെ മീഥൈൽ ഓറഞ്ച് എടുത്തത്? ഇത് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിന് നമുക്ക് ഫിനോഫ്തലിനും ഉപയോഗിക്കാം. പക്ഷേ ഇത് ഏതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മീഥൈൽ ഓറഞ്ച്. അതുകൊണ്ട് വേറെ ഒരു പ്രശ്നം അവിടെ ഇല്ല. നമുക്ക് ഡയറക്റ്റ് മീഥൈൽ ഓറഞ്ച് എഴുതാം. So methyl orange indicator is added to it and titrated against the standardized HCl from the burette. So end point for methyl orange golden yellow to orange red. ഇനി ആർക്കെങ്കിലും ഇല്ല സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ ഫിനോഫ്തലിനെ എഴുതുള്ളൂ എന്നുണ്ടെങ്കിൽ അത് എഴുതുക. പക്ഷേ എൻഡ് പോയിൻ്റ് കറക്റ്റ് ആയിരിക്കണം. ദറ്റ് ഈസ് പിങ്ക് ടു കളർലെസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആൽക്കലിമെട്രിയുടെ പ്രൊസീജിയർ കഴിഞ്ഞു. സ്റ്റെപ്സ്: പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ, making up of the given alkali, standardization of intermediate HCl, estimation of given alkali. Okay.